ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. നമ്മളിതാ ഇപ്പോൾ ഒരു ഈവനിങ് ടൈമിൽ തന്നെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുളത്തൂപ്പുഴയുള്ള ഫോറസ്റ്റ് മ്യൂസിയത്തിലാണ് ഗായ്സ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ. ഭാഗ്യം കൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, ഒരൊറ്റ മനുഷ്യരിവിടെ ഇല്ല കേട്ടോ. ഈവനിങ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ആരുമില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. എൻ്റെ പുറകിലൊരു ആന ഇരിക്കുന്നുണ്ടോ, ഞാൻ കാണിച്ചു തരാവേ. അതാ ഗായ്സ്, ഇത് മുഴുവനും നമ്മളെ കല്ലില്ലേ, നമ്മളവിടെയൊക്കെ മെറ്റിൽ എന്നാണ് പറയുന്നത്, ആ ഒരു കല്ലുകൊണ്ടാണ് കേട്ടോ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ സ്ട്രക്ചർ മുഴുവനായിട്ട് ഇരുമ്പ് കമ്പി കൊണ്ട് വെൽഡ് ചെയ്തിട്ട് അതിനകത്ത് നിറച്ച് ഈ കല്ല് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പക്ഷേ കുറച്ചൊക്കെ തുരുമ്പിച്ചിട്ടുണ്ട്. അത് മഴ പുറത്താണല്ലോ, അതുകൊണ്ടായിരിക്കും. എന്നാലും അടിപൊളി സ്ട്രക്ചറായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാൻ കുറച്ചുകൂടെ അടുത്ത് കാണിച്ചു തരാം നമുക്ക്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല കിട്ടില്ല ഒരു കലാകാരൻ തന്നെയാണ് കേട്ടോ ഈ സംഭവം ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഇതുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു തീമും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ മുന്നിൽ കാണുന്ന ഗേറ്റാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മളിത് കയറി വരുന്ന സമയത്ത് തന്നെ അതായത് ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ അതിൽ ക്യാഷ് പേയ്മെൻറ്റ് ഇപ്പോൾ അക്സെപ്റ്റഡ് അല്ല, ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ അഡൾട്ട്സിന് വരുന്ന ഞാൻ എൻ്റെ ടിക്കറ്റ് റേറ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ ഈ ഒരു ടിക്കറ്റ് റേറ്റ് വരുന്നത്. അഡൾട്ട്സിന് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ക്യാമറ ചാർജ്, മൂവി ക്യാമറ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 500 രൂപയോളം അതിന് ചാർജ് വരുന്നുണ്ട് കേട്ടോ ഗായ്സ്. അതുപോലെ തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തീമിന് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ കേട്ടോ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണേണ്ടതെന്നുള്ളത് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട്. ഒരു എന്താ പറയുക, മറ്റേ ഇഷ്ടികയില്ലേ, ചുടുകല്ല്, അതിൻ്റെയൊക്കെ ഒരു തീമിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോറസ്റ്റ് മ്യൂസിയത്തിൻ്റെ മാപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ല ഗൂഗിൾ മാപ്പ് അല്ലാതെ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു മാപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇരിക്കാനായിട്ട് ചെറിയ സ്റ്റോൺ ബെഞ്ചസ്, അതുപോലെ തന്നെ ഹട്ടുകൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടില്ല വൈബാണ് കേട്ടോ ഇവിടെ, അടിപൊളി വൈബാണ്. അതായത് തറയെല്ലാം ഇതുപോലെ പാറയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഭാഗത്തായിട്ടൊരു കിണർ കാണാം. കളരി എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിങ്. ഒരു പക്ഷേ നമ്മൾ ഇതിനകത്തൊക്കെ കയറുമായിരിക്കണം. എന്തായാലും കയറുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം കേട്ടോ. അടിപൊളിയായിട്ടൊക്കെ വളരെ ഭംഗിയായിട്ട് നല്ല മെയിൻറ്റെയിൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗി, നമുക്ക് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളിയല്ലേ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കയറി വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് പോകാനുള്ളതെന്ന് പറയുന്നത് ഈ എഴുതിയിരിക്കുന്നത് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ടിമ്പർ മ്യൂസിയം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് ആദ്യം പോകാനായിട്ടുള്ളത്. അത് വളരെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഈ നിൽക്കുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തീമുമായിട്ട് മാച്ചാവുന്ന രീതിയിൽ തന്നെയാണ് ഈ കല്ലെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. മുന്നിൽ തന്നെ ഒരു LCD കാണാം, ഇപ്പോൾ അത് ഓഫാണ്. അപ്പോൾ നമ്മളിതാ ടിമ്പർ മ്യൂസിയത്തിനകത്തോട്ട് കയറിയിട്ടുണ്ടേ. ഇത് കിട്ടില്ല, അടിപൊളി. ചെറിയൊരു ഫ്ലിക്കറിങ് ഉണ്ടാവും കേട്ടോ, അത് ലൈറ്റിൻ്റെ ആ ഒരു ഇത് കാരണമാണ്. എന്തായാലും കേരളത്തിലുള്ള എല്ലാ രീതിയിലുള്ള തടികളും എന്താ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. കോമൺ നെയിം, മലയാളം നെയിം, ബൊട്ടാണിക്കൽ നെയിം, അതിൻ്റെ ഫാമിലി ഏതാണ് എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും എന്താ ഫുള്ളായിട്ട് നമുക്ക് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റില്ല. എന്നാലും എല്ലാം അടിപൊളിയായിട്ട് ആ ഒറിജിനൽ തടിയോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അത് ഏതൊക്കെ രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുള്ളായിട്ട് അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നതെന്ന് മനസ്സിലാവാനായിട്ട്. പിന്നെ അതിൻ്റെ പുറം തോടും അതിനകം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഒക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ട്രീ, ഇപ്പം ഞാൻ ട്രീയുടെ കുറച്ച് ഇത് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ അതായത് ഇവിടെ ഓരോ ലീഫ്ലെറ്റുകൾ പോലെ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഫുള്ളി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിശദീകരണം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലീഫ്ലെറ്റ് പോലെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളിയാണ്. നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട്, വളരെ യെല്ലോ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു അറ്റ്മോസ്ഫിയർ വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കുന്നുമുണ്ട്. വളരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടിമ്പർ മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. അതായത് ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഇതാണ് ടിമ്പർ മ്യൂസിയം. ഇവിടെ നമ്മൾ പുറത്തിറങ്ങി. അതിൻ്റെ സൈഡിലായിട്ട് കാണുന്നത് ഇൻഫർമേഷൻ ഡെസ്ക്കാണ്. ഇപ്പോൾ നമുക്കത് ഓപ്പൺ അല്ല, ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ഗേറ്റ് കടന്നാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഈ പോകുന്ന വഴിയിലുള്ള മരങ്ങൾ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ എക്കോ ടൂറിസത്തിൻ്റെ കീഴിൽ വരുന്ന എല്ലാ സംഭവങ്ങളും മിക്കതിലും ഇതുപോലെ ഓരോ മരങ്ങൾ എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മഹാഗണി ഇതാ കൊടുത്തിട്ടുണ്ടോ. ഈ മരം മഹാഗണിയാണ്, അറിയാവുന്നവർക്ക് അറിയാം, ഇല്ലാത്തവർക്ക് അത് മഹാഗണിയാണ്. അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമും അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ മ്യൂസിയം എന്ന് പറയുന്ന ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ.
അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുക വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പോർഷനിലോട്ട് കയറി വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റായിട്ട് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോറസ്റ്റ് മ്യൂസിയത്തിൻ്റെതായ ഇവിടെ ഒരു ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പുലി ചാടി വരുന്ന ഒരു കിട്ടില്ല ഒരു സ്റ്റാച്ചു അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ കിടിലാണ്, പക്ഷേ അകത്തേക്ക് പ്രവേശനം ഇല്ലയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെന്നൊന്നും ഫോട്ടോ എടുക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു വൈബിനകത്ത് ഇത് കാണാനായിട്ട് പൊളിയാണ്, അടിപൊളിയാണ്. നമുക്ക് നല്ല കിട്ടുന്ന ലാൻഡ്സ്കേപ്പ് അല്ലേ. ബാക്ക് സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുടിൽ പോലെയൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി. ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം ഈ ഒരു തീമിലാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഇവിടെ എന്താ പറയുക, ഈ ഒരു ഫോറസ്റ്റുമായിട്ട് ചേർന്ന് വരുന്നത് നമ്മൾ പണ്ട് ഈ മണ്ണൊക്കെ കുഴച്ച് വെച്ചിരിക്കില്ലേ വീടുകൾ, അതിൻ്റെ അതേ കളറിലാണ് കേട്ടോ ഫുള്ള് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ഗാർഡൻ ആയാലും അത്രയും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇതിനകത്തോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്താണെന്നുള്ളത് നമുക്ക് കയറി തന്നെ നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ രണ്ടാമത് എത്തുന്നത് കേരളം എന്ന് പറയുന്ന ഒരു റൂമിലേക്കാണ്. തുറന്ന് അതിനകത്തോട്ട് കയറാം. നമുക്ക് അടിപൊളിയല്ലേ. കയറുന്ന സമയത്ത് തന്നെ അവിടെ സ്പൈസസും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഫുള്ള് ചെയ്തിട്ടുണ്ട്. 20ാം സെഞ്ച്വറി, 21ാം സെഞ്ച്വറി എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസ്, അതുപോലെ തന്നെ ഓരോ വർഷം എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ വളരെ ലെങ്തായി പോകും ഗായ്സ്. അതുപോലെ തന്നെ ഒരു അടിപൊളി നെറ്റിപ്പട്ടമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഒരു കൾച്ചർ എല്ലാം നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രാചീനമായിട്ട് ഉപയോഗിച്ചിരുന്ന വെപ്പൺസ്, രാജഭരണകാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന വെപ്പൺസിൻ്റെ അത് മാതൃകയാണ് കേട്ടോ, ഒറിജിനലല്ല. അതുപോലെ തന്നെ നമ്മളെ കലാരൂപങ്ങളുടെ കഥകളിയുടെയും അതുപോലെ തെയ്യത്തിൻ്റെ മോഹിനിയാട്ടത്തിൻ്റെയൊക്കെ ഡ്രസ്സസ്, അതുപോലെ തന്നെ അതെങ്ങനെ ആയിരിക്കും എന്നുള്ളതെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വൃത്തിയൊക്കെ ചെയ്തിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടുണ്ട്. ഒരു വേഴാമ്പൽ, ആന, തെങ്ങ്, അവിടെ ഒരു ചക്കയൊക്കെ ഉണ്ട്. എന്ത് ഭംഗിയാണ് നമുക്ക്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഒരു കേരളത്തിൻ്റെ തന്നെ ഒരു മാതൃക കൊടുത്തിരിക്കുന്നുണ്ടോ, വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്നതിനകത്ത് പീച്ചി എന്ന് പറയുന്ന സ്ഥലം അത് എവിടെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനടുത്തൊരു ബട്ടൺ ഉണ്ട് കണ്ടോ. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കേരളത്തിൽ അത് എവിടെയാണെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും കണ്ടോ. അടിപൊളിയല്ലേ, എന്ത് കിടിലമായിട്ടത് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ, കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്കായാലും ഇതൊക്കെ എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയാണെന്നുള്ളത് അതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അത്രയ്ക്ക് അടിപൊളിയായിട്ട് വളരെ എന്താ പറയുക, നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഇവിടെ നിന്ന് റൈറ്റ് വരുന്ന സമയത്ത് നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് കിട്ടത്തക്ക രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് പ്രൊട്ടക്റ്റഡ് ഏരിയ എത്രയുണ്ട്, റിസർവ് ഫോറസ്റ്റ് എത്രയാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡയഗ്രാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ മാതൃക മനസ്സിലാവുന്ന രീതിയിൽ ലൈറ്റിംഗ് ഒക്കെ കിട്ടില്ലാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ആംബിയൻസൊക്കെ നമുക്ക് ആ ഒരു വേഴാമ്പലിൻ്റെയൊക്കെ സൗണ്ട് കിട്ടത്തക്ക, കാടിനകത്തുള്ള ഒരു അനുഭവം കിട്ടത്തക്ക രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ നിൽക്കുന്ന ഒരു പുലിയാണോ കടുവയാണോ അതാ നിൽപ്പുണ്ട്. വരയും പുലിയല്ലേ, നോക്ക് കിട്ടില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടേ. കിങ് കോബ്ര ഇപ്പോൾ ഇത് ഭംഗിയാണല്ലോ, ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ആ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ്. വളരെ അടിപൊളിയായിട്ട് വാഴയൊക്കെ നിൽക്കുന്നു. മാക്സിമം തൊടാതിരിക്കുക, അതാണ് നല്ലത്. നമ്മളെപ്പോലുള്ളവർ തൊട്ട് വൃത്തിയിലാക്കുന്നതിനേക്കാളും നല്ലത് തൊടാതിരിക്കുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്ന ആ ഒരു റൂമിൽ, ഓരോ റൂമിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് നല്ല ഭംഗിയായിട്ടുണ്ടേ. നമ്മൾ കയറുമ്പോൾ തന്നെ നേരത്തെ പോലെ ഒരു ഗ്രാഫ്, ഒരു ഡയഗ്രാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ആ ഒരു തീമും കാര്യങ്ങളും എല്ലാം മാറി കേട്ടോ. ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ കിട്ടുന്ന രീതിയിലുള്ള തീമിലോട്ട് മാറിയിട്ടുണ്ട്. ആമയൊക്കെ വെച്ചിട്ടുണ്ട്. സൈഡിലെ പിക്ചേഴ്സും കാര്യങ്ങളും എല്ലാം അതുപോലെയാണ്. ഒരു വഞ്ചിയുടെ മാതൃകയൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മീൻ പിടിക്കാനൊക്കെ പഴയ കാലത്തൊന്നും പറയാൻ പറ്റില്ല, ഇപ്പോഴും ഈ ഒരു ടൈപ്പൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈപ്പിലൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ഇതൊന്നും കണ്ടിട്ടില്ല ഞാൻ ഇപ്പോൾ കാണുകയാണ്. പക്ഷേ ഈ ഒരു ടൈപ്പിലുള്ളതിന് എന്തോ ഒരു പേര് പറയും, അത് ലോക്കലി പറയുന്നതാണ്. അതിൻ്റെ ആക്ച്വൽ പേര് അത് തന്നെയാണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഈ ഒരു സംഭവമൊക്കെ പിടിക്കാനുള്ള കെണികളാണ്, മീൻ പിടിക്കാനുള്ള ആ കെണികളൊക്കെ നമ്മളവിടെ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഡോൾഫിൻ്റെ ഒരു അടിപൊളി ഒരു ജമ്പൊക്കെ അതവിടെ ചെയ്തിട്ടുണ്ട്. എന്ത് അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അടുത്ത് നമ്മൾ പോകുന്നത് അനന്യ ജൈവിക വ്യവസ്ഥകൾ എന്ന് പറയുന്ന ഒരു റൂമിലോട്ടാണ്. എന്തായാലും പേരൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക്
ഫുള്ള് വേരാണ് കേട്ടോ മരത്തിൻ്റെ മുഴുവനും വേരുകൾ എങ്ങനെയാണെന്നുള്ളതെല്ലാം നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ഡീപ്പ് ഫോറസ്റ്റിനകത്ത് നമ്മൾ പോകുമ്പോൾ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ മാക്സിമം അവർ കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. നമ്മൾ കയറാൻ പോകുന്ന ഈ ഒരു റൂമിലോട്ടാണ് കേട്ടോ. ഇതിനകത്ത് നിന്ന് ഒരുപാട് നേരം കൊണ്ട് നല്ല സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ കയറി നോക്കാം എന്താണ്. നമ്മളെ തന്നെ കാണിക്കുന്നുണ്ടല്ലോ. എന്തോ സംഭവം ആണോ? പ്രൊജക്ടറൊക്കെ വെച്ച് കുറുക്കനൊക്കെ വരും നോക്ക്. കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ആ സൗണ്ടൊക്കെ അതേപോലെ തന്നെ അല്ലേ? കുറുക്ക മാത്രമേ ഉള്ളൂ. ഓയ്യോ, ഡിനോസറൊക്കെ വരുന്നുണ്ട്. ദിനോസറൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. ടീറക്സിൻ്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു. നമുക്ക് ടീറക്സ് അതുപോലെയാണുള്ളത്. അതാ പോകണം എൻ്റെ അടുത്തൂടെ. കിട്ടില്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്തായാലും നമ്മുടെ റിയൽ ലൈഫിൽ ഇതൊന്നും കാണാൻ പറ്റില്ല, ഡയറക്റ്റ് റിയലായിട്ട് കാണാൻ പറ്റില്ല. ഇങ്ങനെയെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാതെ നമ്മൾ അടുത്തിരിക്കുന്നതായിട്ട്. ഓ, എന്തോ ഒരു വലിയൊരു സംഭവം വരുന്നുണ്ട്. എൻ്റെ മോനെ, ടീറക്സ് വലുത്. അത് കൊള്ളായിട്ട്. വാലിൻ്റെ അനിമേഷൻ കിട്ടില്ല. ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റിലത്തെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. എന്തായാലും ആ ഒരു AI ഉപയോഗിച്ചാണെന്ന് തോന്നുന്നത് ചെയ്യുന്നത്. എന്തായാലും അത് കിടിയായിട്ടുണ്ടേ. ടീറക്സ് ഒക്കെ അടുത്തൂടെ പോകുന്നത് എന്തായാലും നമ്മളുടെ ഈ ലൈഫിൽ നമുക്കത് കിട്ടില്ല. അടുത്തൂടെ പോകുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. ലൈറ്റ്സ് ഓൺ ആയിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ കിട്ടും. പക്ഷേ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയിൽ പിന്നെ കിട്ടുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ നമ്മൾ AIയിലോട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. അതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന്. അപ്പോൾ നമ്മൾ AIയിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഒഫൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്കിതാ അടുത്ത വൈജ്ഞാനികം, അതിൻ്റെ മലയാളമാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ AIയുടെ മലയാളമാണ്. എന്തായാലും നമ്മളിതാ ഈ ഒരു എൻട്രിയിൽ എത്തിയിട്ടുണ്ട്, ഡോറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം ഇവിടെ എന്താണെന്ന്. ഇതാ ഒരു വലിയൊരു ആനയുടെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ തലയും മസ്തിഷ്കവും പിന്നെ ആ കൊമ്പും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് എന്ത് ഡീറ്റെയിലിംഗ് ആണെന്ന് നോക്കി. അതുപോലെ തന്നെ ഇവിടെ ഒരു അഗസ്ത്യമല റിസർവിനെ കുറിച്ചുള്ള ഒരു ക്വിസൊക്കെ ഉണ്ട് കേട്ടോ. ക്വിസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഒരു AI റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെ ഒരു ക്വിസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ക്വിസിൽ ശിവ പങ്കെടുത്തിട്ടുണ്ടായിരുന്നേ. 10 ക്വസ്റ്റ്യൻസാണുള്ളത്. ശിവയ്ക്ക് 6 മാർക്ക് കിട്ടി കേട്ടോ. ഞാൻ വിചാരിച്ച് കറക്കി കുത്താണെന്ന്, പക്ഷേ അറിയാമെന്ന് തോന്നുന്നു. എന്തായാലും അത് കൊള്ളാം, നന്നായിട്ടുണ്ടേ. പുറകിലായിട്ട് നമുക്കൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക്. അതിലോട്ട് നമുക്ക് പോകാം. അതിന് മുന്നേ നമ്മൾ വന്നത് ഈ ഒരു ഹട്ടിലോട്ടാണ്. പ്രാചീന മനുഷ്യർ താമസിച്ചിരുന്ന ഓരോരോ ഹട്ടുകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ മാതൃകകൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അകത്തോട്ട് കയറുകയും ചെയ്യാം. ഓരോന്നിനകത്ത് എന്തോന്നാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഹട്ടിലോട്ട് നമ്മൾ കയറുകയാണേ. ഇതിൽ കയറുമ്പോൾ കണ്ടോ, പണ്ട് മനുഷ്യർ താമസിച്ചിരുന്ന ആ ഒരു ചെറ്റക്കുടിൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേ ഒരു മാതൃകയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്ന ആ ഒരു വട്ടി, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഈ ചുമടൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന തലയിൽ വയ്ക്കുന്ന തലപ്പാവ് പോലത്തെ സംഭവങ്ങൾ എല്ലാം ഉണ്ട്. നമുക്ക് കൂജ, പ്രാചീനമായിട്ട് ഉപയോഗിച്ചിരുന്ന മിക്ക സാധനങ്ങളും ഇപ്പോൾ ഉള്ളവർക്ക് പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോട്ടോസ്, പഴയ മനുഷ്യരുടെ ഫോട്ടോസ്, അന്നെടുത്ത കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അമ്പുമില്ലൊക്കെ അന്നത്തെ ആയുധങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മനുഷ്യരുടെ കാറ്റഗറീസാണ് കേട്ടോ.
അടിയാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാറ്റഗറീസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ ചെറിയൊരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. നമ്മളപ്പോൾ മൂന്നാമത്തെ ഹട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടേ. ഇത് മൂന്നും അടുത്ത് തന്നെയാണ്. മൂന്നാമത്തെ ഹട്ടിലോട്ടാണ് കയറുന്നത്. അപ്പോൾ ഇതിൽ നോക്ക്, കേരളത്തിൻ്റെ ഒരു മാതൃക താഴെ കൊടുത്തിട്ടുണ്ടോ. ഇതിൽ എവിടെയൊക്കെയാണ് ഈ പറയുന്ന കാറ്റഗറീസ് ജീവിച്ചിരുന്നത് എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ കാറ്റഗറീസിൻ്റെ ഫോട്ടോസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓരോ നമ്പർ എഴുതിയിട്ടുണ്ട്. ആ നമ്പർ നമ്മൾ കേരളത്തിൽ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തായിരുന്നു അവർ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്ക്. അതായത് ഗൈസ്, ഇപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ഇതിൽ കണ്ടില്ലേ, നമ്മൾ രണ്ടാമത്തെ ഹട്ടിൽ കണ്ട സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഓരോരുത്തർ ഉപയോഗിക്കുന്ന ആയുധങ്ങളും അവരുടെ ജോലി എന്താണെന്നൊക്കെയാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അവർ കേരളത്തിൽ എവിടെയാണ് താമസിച്ചിരുന്നത് അല്ലെങ്കിൽ അവരെ കണ്ടിരുന്നത് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ ഹട്ടിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഹട്ടിൽ ഇവരുടെ എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ട് അവരെങ്ങനെയാണ് താമസിച്ചിരുന്നത്, അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ക്രിയേറ്റീവാണ് കേട്ടോ. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വളരെ ക്രിയേറ്റീവായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിനടുത്തായിട്ടുള്ള ഈ പാർക്കിലെത്തിയിട്ടുണ്ട്. ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ. ഇവിടെ വേറെ ആരും വലുതായിട്ടില്ല. അപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ടാവും, ഇന്ന് സ്കൂൾ ഡേ ഒക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും വേറെ ആരും ഇല്ലാത്തത്. നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കണ്ടോ ഒച്ചൊക്കെ ഇരിപ്പുണ്ട്. ഒച്ചിൻ്റെ കൂടെ നമുക്ക് റെസ്റ്റ് ചെയ്യാം. അതുപോലെ ഒരു കിഡിലൊരു ചിലന്തി നോക്കി, ചെറുതായിട്ട് തുരുമ്പ് വന്നെങ്കിലും ഒരു അടിപൊളി ചിലന്തി. അതുപോലെ തന്നെ നമുക്ക് ബൈക്കിൻ്റെ ചെയിൻ സോക്കറ്റൊക്കെ വെച്ചിട്ട് ചെയ്ത ഒരു ചിത്രശലഭം, അതായത് ചിലന്തിയുണ്ട്. ഇതാ അടുത്തൊരു ചിലന്തി. ഇത് വളരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ രീതിയിലുള്ള പ്ലേ ഐറ്റംസും എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. റിലാക്സ് ചെയ്യാനും ഊഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. അതായത് ചില കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ ഈ കണ്ട പ്രാചീന മനുഷ്യരുടെ സംഭവം നമുക്കിപ്പോൾ ഒരിക്കലും നേരിട്ട് പോയി കാണാൻ പറ്റില്ല. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ. ഈ കാടാണെന്നുണ്ടെങ്കിലും കാടിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നേരിട്ട് പോയി കാണുന്നത് റിസ്ക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ചെറിയ ഒരു മാതൃക ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുതിർന്നവർക്കും എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു ക്രിയേറ്റിവിറ്റി സമ്മതിച്ചു കൊടുത്താലേ പറ്റൂ ഗൈസ്. അതുപോലെ തന്നെ നമ്മൾ വരുന്ന സമയത്തെ നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ ഒരു ഭക്ഷണശാലയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു അടിപൊളി ഭക്ഷണശാലയുണ്ട്. നമുക്ക് ഐസ്ക്രീംസും എല്ലാം ഉള്ള ഒരു ഭക്ഷണശാല തന്നെയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അലക്ഷ്യമായ പ്ലാസ്റ്റിക് വലിച്ചെറിയുക. അത് ശരിയാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ എന്തായാലും പ്ലാസ്റ്റിക് ഫ്രീ ആണ് കേട്ടോ. വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. തുടങ്ങണ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഭക്ഷണശാലയുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഈ ഒരു ഫോറസ്റ്റ് മ്യൂസിയത്തിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആരും ഇല്ലായിരുന്നു. ഒന്ന് വർക്കിംഗ് ഡേ ആണ്, കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്ന ദിവസമാണ്, ഓഫീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് മാത്രമല്ല ഈവനിങ് ടൈമാണ്, അതുകൊണ്ടൊന്നും ഇവിടെ വലുതായിട്ട് ആരും ഇല്ല കേട്ടോ. എന്തായാലും കൊള്ളാം. ഇന്ന് വളരെ നല്ലൊരു ആംബിയൻസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ സൗണ്ട് കാര്യങ്ങളെല്ലാം നോയ്സ് എല്ലാം വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളെ മുന്നോട്ട് എത്തിക്കാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും കൊള്ളാം. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. 50 രൂപയ്ക്ക് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഒരുപാട് വർത്താണെന്ന് വേണം പറയാനായിട്ട്. കാരണം മനസ്സിലാക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ വന്നു കഴിയുമ്പോഴേ മനസ്സിലാവും. കുട്ടികൾക്കാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബെസ്റ്റ് എന്ന് തോന്നുന്നു അല്ലേ. കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് കാണാൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു ജനറേഷനിൽ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു നല്ലൊരു സംഭവം തന്നെയാണ്. അത് നല്ലൊരു തീമിൽ തന്നെയാണ്, അല്ലെങ്കിൽ നല്ലൊരു ക്രിയേറ്റിവിറ്റി തന്നെയാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ ഫാസ്റ്റേക്ക് സൈനിങ് ഓഫ്.